യൂണിവേഴ്സിറ്റി കോളേജിലെ SFI യൂണിറ്റ് പിരിച്ചുവിടാൻ CPM നിർദ്ദേശം. അക്രമ സംഭവങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. CPM ജില്ലാ സെക്രട്ടേറിയറ്റിന്റേതാണ് നിർദ്ദേശം. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നുണ്ട്. രശ്മി, ഇത് അവസാനം ഒരു നിവർത്തിയുമില്ലാതെ എടുത്ത ഒരു നടപടിയാണോ? കാരണം ഇത്തരത്തിൽ രാഷ്ട്രപതിയുടെ പ്രതിനിധിയായ ഗവർണർക്ക് നേരെയാണ് ഇത്തരമൊരു വലിയ അതിക്രമം യൂണിവേഴ്സിറ്റി കോളേജിലെ SFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇതുവരെ ഇവരെ ആരും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നൊരു കാര്യം കൂടി നമ്മൾ എടുത്തു പറയേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് കൂടുതൽ നടപടികളിലേക്ക് കടക്കാതിരിക്കാനാണോ ഇത്തരത്തിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ ഒരു നിർദ്ദേശം പുറത്തേക്ക് വന്നിരിക്കുന്നത്? കൂടുതൽ നടപടികളിലേക്ക് കടക്കാതിരിക്കാനുള്ള ഒരു ഭാഗം എന്ന് തന്നെ ഇതിനെ കരുതേണ്ടി വരും. ഇത്തരത്തിൽ ഗവർണർക്കെതിരെ വലിയ പ്രതിഷേധവുമായി എത്തുക എന്നുള്ളത് അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. പോലീസിന്റെ ഭാഗത്തുനിന്നുൾപ്പെടെ വലിയ രീതിയിലുള്ള വീഴ്ച സുരക്ഷ ഒരുക്കുന്നതിൽ ഉൾപ്പെടെ സംഭവിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ അടിക്കടി ആക്രമണ സംഭവങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജുമായി കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഭിന്നശേഷിക്കാരനായ യുവാവിനെ മർദ്ദിച്ച സംഭവം, അതിനു മുൻപുള്ള സംഭവങ്ങൾ, യൂണിവേഴ്സിറ്റി കോളേജിൽ ഇടിമുറി പ്രവർത്തിക്കുന്ന സംഭവങ്ങൾ, ഇതൊക്കെ കാലങ്ങളായുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിൽ അടിക്കടി അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള ഒരു വിവരത്തിന്റെ പശ്ചാത്തലത്തിലാണ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയും തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ SFI യൂണിറ്റ് പിരിച്ചുവിടാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി കോളേജിലെ യൂണിറ്റ് കമ്മിറ്റി പിരിച്ചുവിടാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിൽ തീരുമാനമെടുക്കേണ്ടതിനി CPM ആണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. ഏതായാലും തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് ഇക്കാര്യം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിലൊരു ലിസ്റ്റും ഇപ്പോൾ നിലവിൽ ഉള്ള കമ്മിറ്റിയിലെ അംഗങ്ങളുടെ പേര് വിവരങ്ങൾ ഉൾപ്പെടെ കൈമാറി അവരെ പൂർണ്ണമായി മാറ്റിയതിനു ശേഷം പുതിയ അംഗങ്ങളെ തെരഞ്ഞെടുക്കണം, അവരെ നിയമിക്കണം എന്നുള്ളതാണ് ഈ ഒരു നിർദ്ദേശത്തിൽ പറയുന്ന ഒരു കാര്യം. അത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ വലിയ രീതിയിൽ CPMനെ നാണക്കേടിലാക്കുന്നുണ്ട്. പല സമ്മേളന വേദികളിലും ഇത് ചർച്ചയാകുന്നുണ്ട്. പാർട്ടിക്കുള്ളിൽ തന്നെ പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി. ശരി രശ്മി.